നമസ്കാരം, ഞാൻ ശുഭശ്രീ പ്രശാന്ത്, ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യനാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പോഷകാഹാരക്കുറവിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പോഷകാഹാരം കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അമിത പോഷകം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓവർ ഫീഡിങ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ പോഷകാഹാരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അത് കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം കൊടുക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതെങ്കിൽ ആവശ്യത്തിന് ആഹാരം കൊടുക്കുക, നമ്മുടെ കുട്ടികൾക്ക് അമിതമായി ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക, അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓവർ ഫീഡിങ് വന്നാലും അതൊരു പോഷകാഹാരത്തിന് കുറവായിട്ട് തന്നെ നമ്മൾ കണക്കാക്കും. അതായത് ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് കുഞ്ഞുങ്ങൾ പോകും. അമിതമായി തടി വയ്ക്കുക, കുഞ്ഞുങ്ങൾ പ്രായത്തിനേക്കാൾ ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് 6 വയസ്സുകളുടെ കാലഘട്ടത്തിൽ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് പല ജീവിതശൈലി രോഗങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ഓവർ വെയ്റ്റ് ഉണ്ടാകുന്നത്? ഓവർ ഫീഡിങ് ഞാൻ പറഞ്ഞു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊണ്ട് ഒരുപാട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് ജങ്ക് ഫുഡ്സിൻ്റെ ഇൻടേക്ക്. നമ്മൾ കൂടുതലായിട്ടും ജങ്ക് ഫുഡ്സ് വാങ്ങിക്കൊടുക്കുക, പാക്കറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, മൈദ അടങ്ങിയ സാധനങ്ങൾ ധാരാളമായിട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ടേസ്റ്റിൻ്റെ വേസ് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് അട്രാക്ഷനാണ്. അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, അതിൻ്റെ മണമുണ്ട്, അതിൻ്റെ നിറമുണ്ട്, ഇതെല്ലാം കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഓവർ ഫീഡ് ചെയ്യുക. പിന്നെ വ്യായാമമില്ലായ്മ, കുഞ്ഞുങ്ങൾ നമ്മൾ മൊബൈലോ ടി വിയോ ഒക്കെ ഇട്ട് കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് അല്ലെങ്കിൽ സ്നാക്സും കൊടുത്ത് അതിൻ്റെ മൂട്ടിലിരുത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാകില്ല, കുഞ്ഞുങ്ങൾക്ക് എക്സസൈസ് ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒത്തിരി സ്നാക്സ് കഴിക്കുന്നു, ഓവറായിട്ട് മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നു, വ്യായാമമില്ലായ്മ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ശരീരഭാരം വർദ്ധിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇൻറ്റേർണലി കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് തോന്നും പുറമേ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വെയിറ്റ് കൂടുന്നത് വലിയ ഇഷ്യൂ അല്ലാന്ന് തോന്നും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഭാരം കൂടിക്കഴിയുമ്പോൾ അവർക്ക് ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം, പ്രമേഹമുണ്ടാകാം, വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, പിന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെ നമ്മുടെ മുതിർന്നവരിൽ കാണുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളും കുട്ടികളിലേക്കും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഓവർ ഫീഡിങ് നമ്മൾ അധികമായിട്ട് ചെയ്യാതിരിക്കുക. കുട്ടികളുടെ ഭക്ഷണത്തിൽ നമ്മളൊരു ക്രമമായ രീതി പിന്തുടരാനായിട്ട് ശ്രമിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കമ്പൽസറി ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാതിരിക്കുമ്പോൾ അതായത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് അവരുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. അതില്ലാണ്ടിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഡൾനെസ്സും ഒരു ഉഷാറില്ലായ്മയും അവരുടെ ഒരു ലൈഫ് ഒരു ഡേ തന്നെ അവർക്കൊരു മൂഡിയായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങി വളരെ കുറച്ചൊരു ഡിന്നറിലേക്ക് അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്നത് കുട്ടികൾ കൂടുതലും മൊബൈൽ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ടി വി കാണുന്നു. അപ്പോൾ ഇതൊക്കെ രാത്രിയിൽ, പകൽ മാത്രമല്ല രാത്രിയിൽ വളരെ വൈകിയും കുഞ്ഞുങ്ങൾ ഇതിനോട് അടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഉറക്കത്തെ ഇത് ബാധിക്കുന്നു. അവർ ഉറങ്ങുന്നത് വളരെ വൈകുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 8 മുതൽ 10 മണിക്കൂറെങ്കിലും അവർക്ക് ഉറക്കം ലഭിക്കണം, അതും രാത്രിയിലുള്ള ഉറക്കം. ആ ഉറക്കം ലഭിച്ചാലേ അവരുടെ ബ്രെയിനിൻ്റെ പൂർണ്ണമായ വളർച്ച അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഉറക്കമില്ലായ്മ കുട്ടികളിൽ ഇൻറ്റേർണലി സ്ട്രെസ് ഉണ്ടാക്കുകയും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വളരെയധികം അനിവാര്യമായ ഘടകമാണ് കുട്ടികളിൽ. ഭക്ഷണത്തോടൊപ്പം തന്നെ അവർക്ക് ഉറക്കവും ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ വക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്നും മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സാധനങ്ങളാക്കി മാറ്റുക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. അവരെ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോകാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. ഇനി
അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അമിതമായിട്ട് ഓയിലി ഫുഡ്, അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ്സ്, ജങ്ക് ജ്യൂസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, നാടൻ ഭക്ഷണങ്ങൾ, കൃത്യമായ രീതിയിലുള്ള വീട്ടിലുണ്ടാക്കുന്ന നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബേക്കേഴ്സും മൈദ കണ്ടൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും കുഞ്ഞുങ്ങളുടെ ഇതിൽ നിന്നും കുറയ്ക്കുക. കൃത്യമായ രീതിയിലുള്ള വ്യായാമം അവർക്ക് നൽകുക. ആവശ്യമായ ജലം അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓവർ ന്യൂട്രീഷൻ അവർക്ക് വേണ്ട. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ഓവർ വെയ്റ്റ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓവർ വെയ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒബിസിറ്റിയും പിന്നെ ആ ഒരു കണ്ടീഷനിലേക്ക് കുട്ടികൾ പോകും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് പോകാതെ നമ്മുടെ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.